നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മനോരമ ന്യൂസ് നടത്തിയ ചർച്ചയ്ക്കിടെ എസ്.എഫ്.ഐ മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയെ BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ തല്ലിയ സംഭവം രാഷ്ട്രീയ വിവാദമായിരുന്നു. വിഷയത്തിൽ പ്രശാന്ത് ശിവനെതിരെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അടക്കം രംഗത്ത് വന്നിരുന്നു. ഗുണ്ടകളെ നേതാവാക്കിയാൽ ഇതാകും ഫലമെന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. നിലവാരമില്ലാത്ത ഇത്തരം ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കരുത്, പ്രശാന്ത് ശിവനെ പോലുള്ളവരെ മാറ്റി നിർത്തണമെന്നും ഇയാളെയൊക്കെ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കിയാലുള്ള അവസ്ഥ എന്താകുമെന്നുമായിരുന്നു സുരേഷ് ബാബു പ്രതികരിച്ചത്. സുരേഷ് ബാബുവിന്റെ ഈ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശാന്ത് ശിവൻ. ഒരു സ്ത്രീയുടെയും അടിവയറ്റിൽ ചവിട്ടിയിട്ടില്ല, മാർക്ക് ലിസ്റ്റ് തിരുത്തി ഡിഗ്രി ഉണ്ടാക്കിയിട്ടില്ല, പരീക്ഷയിൽ കള്ളത്തരം കാണിച്ച് പിടിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കമ്മികളുടെ സ്റ്റാൻഡേർഡ് എനിക്കില്ലെന്നാണ് പ്രശാന്ത് ശിവന്റെ പരിഹാസം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. കുറിപ്പിങ്ങനെ: CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു മറുപടി പറയേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ മറുപടി. ഈ തരം നിലവാരമില്ലാത്ത ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കരുത്. സത്യമാണ്. പെലച്ചി നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കിത്തരും എന്ന് അലറി ഒരു ദളിത് പെൺകുട്ടിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നത്ര നിലവാരമില്ലാത്ത ആളുകളെ സത്യമായിട്ടും ചർച്ചയ്ക്ക് വിളിക്കാൻ പാടില്ലാത്തതാണ്. ഗുണ്ടയെ പിടിച്ച് നേതാവാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. വളരെ ശരിയാണ്. മഹാരാജാസിലും കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുമൊക്കെ പൊതുജനം കണ്ടതാണ് ഒരു ഗുണ്ടയെ പിടിച്ച് നേതാവാക്കിയാൽ അയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന്. ഇയാളെപ്പോലെയുള്ളവരെ മാറ്റി നിർത്തണം. ശരിക്കും വേണ്ടതാണ്. ഒരു ദളിത് സ്ത്രീയെ ജാതിപ്പേര് വിളിച്ച് അപമാനിച്ച ഒരുത്തനെ അറസ്റ്റ് ചെയ്യുക പോയിട്ട് ഒന്ന് ശാസിക്കുക പോലും ചെയ്യാതെ അരിയിട്ട് വാഴിക്കാൻ CPM-നെ പോലെ ഒരു ഉളുപ്പുകെട്ട സംഘടനയ്ക്ക് മാത്രമേ സാധിക്കൂ. പ്രശാന്ത് ശിവൻ തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത നേതാവാണ്. ശരിയാണ്. കമ്മികളുടെ നിലവാരം എനിക്കില്ല. ഞാൻ ഇന്നേ വരെ ഒരാളെയും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചിട്ടില്ല, ഒരു സ്ത്രീയുടെയും അടിവയറ്റിൽ ചവിട്ടിയിട്ടില്ല, മാർക്ക് ലിസ്റ്റ് തിരുത്തി ഡിഗ്രി ഉണ്ടാക്കിയിട്ടില്ല, പരീക്ഷയിൽ കള്ളത്തരം കാണിച്ച് പിടിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കമ്മികളുടെ സ്റ്റാൻഡേർഡ് എനിക്കില്ല. ആ ഇല്ലായ്മയിൽ ആശ്വാസവും അഭിമാനവും ഉണ്ട് താനും. ഞങ്ങളും പല ശേഷിയുള്ള പാർട്ടിയുള്ള നേതാവ്, അതറിയാം. ഒരാളോടും ചേ പോ എന്ന് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു പാവം തയ്യൽക്കാരനെ കൺമഴ കൊണ്ട് വെട്ടി വീഴ്ത്തിയ മഹാനാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ അനിഷേധ്യ നേതാവ്. ആ ശേഷി നിങ്ങൾക്ക് എന്നും ഉണ്ടാവും എന്നറിയാം. പക്ഷേ മഹാമംഗളയും പുണ്യഭൂമിയുമായ അമ്മയെ നിനക്ക് വേണ്ടി ആയിരിക്കട്ടെ എൻ്റെ മരണം എന്ന് ദിവസവും പ്രാർത്ഥിച്ച് പുറപ്പെടുന്നവരാണ് ഞങ്ങൾ. ഏതെങ്കിലും ഒരു വളവിൽ ഇരുട്ടത്ത് എന്നെയും കാത്ത് കമ്മ്യൂണിസ്റ്റ് കാപാലികരുടെ കത്തി കാത്തിരിക്കുന്നുണ്ടാവും എന്നറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രയാണം. നന്ദി, നല്ല നമസ്കാരം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പാലക്കാട് കോട്ടമൈതാനിയിൽ സംഘടിപ്പിച്ച വോട്ട് കവലയിൽ വെച്ചായിരുന്നു ഇരു നേതാക്കളും പരസ്പരം കൊമ്പ് കോർത്തത്. പിന്നാലെ CPM BJP പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാവുകയായിരുന്നു. ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവനും PM ആർഷോയും തമ്മിലുള്ള വാക്കേറ്റം കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടി പ്രശാന്ത് ശിവൻ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്താൻ ആർഷോയും CPM അനുകൂലികളും ശ്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ CPM പാലക്കാട് നഗരസഭയിൽ 10 സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന് ചർച്ചയ്ക്കിടയിലെ പ്രശാന്ത് ശിവന്റെ പ്രതികരണമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയത്. പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ എഴുന്നേറ്റതോടെ BJP പ്രവർത്തകരും സംഘടിച്ചെത്തുകയായിരുന്നു. ഇതിനിടെ നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടി. പോലീസ് ഇടപെട്ടാണ് ഈ രംഗം ശാന്തമാക്കി പ്രവർത്തകരെ പിടിച്ചു മാറ്റിയത്.